അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തെയും നാറ്റോ സഖ്യത്തിന്റെ ഭാവിയെയും മാറ്റിമറിക്കാൻ പോന്ന വലിയൊരു നയതന്ത്ര നീക്കത്തിനാണ് ഇപ്പോൾ വാഷിംഗ്ടൺ ഒരുങ്ങുന്നത്. മാസങ്ങൾക്ക് മുൻപ് നാറ്റോ സഖ്യത്തെ വെറും ഒരു പേപ്പർ ടൈഗർ എന്ന് വിളിച്ച് ആക്ഷേപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കളം മാറ്റി ചവിട്ടുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഉണ്ടായ കനത്ത തിരിച്ചടികളാണ് ട്രംപിനെ ഈ പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യൂറോപ്പിലെ തങ്ങളുടെ ആണവ പങ്കാളിത്ത കരാറുകൾ വിപുലീകരിക്കാൻ വാഷിംഗ്ടൺ ഇപ്പോൾ ആലോചിക്കുന്നതായാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ 6 നാറ്റോ രാജ്യങ്ങളിൽ മാത്രമാണ് അമേരിക്ക തങ്ങളുടെ ആണവശേഷിയുള്ള ആയുധങ്ങളും വിമാനങ്ങളും വിന്യസിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ പരിധി ഇനിയും വർദ്ധിപ്പിക്കാനും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ സുരക്ഷാ കുട നീട്ടാനുമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കം. ഒരു വശത്ത് യൂറോപ്പിലുള്ള തങ്ങളുടെ US സൈനികരുടെ എണ്ണം ട്രംപ് ഭരണകൂടം വെട്ടിക്കുറയ്ക്കുമ്പോഴാണ് മറുവശത്ത് ഇത്തരമൊരു ആണവ വിന്യാസ ചർച്ച നടക്കുന്നത്. ഇത് ഏറെ ശ്രദ്ധേയമാണ്. സൈന്യത്തെ പിൻവലിക്കുമ്പോഴും തങ്ങളുടെ ആണവ സുരക്ഷാ മേലാപ്പ് ശക്തമായി തുടരുമെന്ന് സഖ്യകക്ഷികൾക്ക് ഉറപ്പു നൽകാനാണ് വാഷിംഗ്ടൺ ഇതിലൂടെ ശ്രമിക്കുന്നത്. പരമ്പരാഗത സൈനിക സഹായത്തേക്കാൾ ആണവ പ്രതിരോധത്തിന് ഊന്നൽ നൽകുന്നതാണ് ട്രംപിന്റെ പുതിയ ശൈലി. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇറാനുമായുള്ള സംഘർഷം കടുത്ത സമയത്ത് നാറ്റോ സഖ്യകക്ഷികൾ അമേരിക്കയെ പിന്തുണയ്ക്കാൻ മടിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാനോ ഇറാന്റെ സൈനിക നീക്കങ്ങളെ ചെറുക്കാനോ നാറ്റോ രാജ്യങ്ങൾ മുന്നോട്ട് വരാത്തതിനെ ട്രംപ് പരസ്യമായി വിമർശിച്ചിരുന്നു. അമേരിക്ക ട്രില്യൺ കണക്കിന് ഡോളർ ചിലവഴിക്കുന്ന ഈ സഖ്യം വെറും അപ്രസക്തമാണെന്നായിരുന്നു അന്ന് ട്രംപിന്റെ നിലപാട്. എന്നാൽ ഇറാൻ യുദ്ധഭൂമിയിൽ നിന്നുമുണ്ടായ അനുഭവങ്ങളും പുതിയ ആഗോള സമവാക്യങ്ങളും ട്രംപിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും ഒരേ സമയം പ്രതിസന്ധികൾ പുകയുമ്പോൾ യൂറോപ്പിലെ സഖ്യകക്ഷികളെ പൂർണ്ണമായും പിണക്കുന്നത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകും. റഷ്യയുടെയും ഇറാന്റെയും സംയുക്ത നീക്കങ്ങളെ പ്രതിരോധിക്കാൻ നാറ്റോയെ കൂടുതൽ ശക്തമാക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് വാഷിംഗ്ടൺ തിരിച്ചറിയുന്നു. അമേരിക്കയുടെ ഈ പുതിയ ആണവ വിന്യാസ ചർച്ചകൾ അതീവ രഹസ്യമായാണ് നാറ്റോ തലപ്പത്ത് പുരോഗമിക്കുന്നത്. നിലവിൽ ബെൽജിയം, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, തുർക്കി, ബ്രിട്ടൻ എന്നീ 6 രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ ആണവശേഷിയുള്ള യുദ്ധവിമാനങ്ങളും ബോംബുകളും സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പട്ടികയിലേക്ക് കൂടുതൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. റഷ്യയുടെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പോളണ്ട്, ബാൾട്ടിക് രാജ്യങ്ങൾ എന്നിവർ തങ്ങളുടെ മണ്ണിൽ US ആണവായുധങ്ങൾ സൂക്ഷിക്കാൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി തടയാൻ അമേരിക്കൻ ആണവ സാന്നിധ്യം തങ്ങളുടെ രാജ്യത്തുണ്ടാകുന്നത് സുരക്ഷ നൽകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. പോളണ്ട് മുൻപ് തന്നെ പരസ്യമായി ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതുമാണ്. ഡ്യുവൽ കേപ്പബിൾ എയർക്രാഫ്റ്റ് എന്ന് വിളിക്കുന്ന സാധാരണ ബോംബുകളും ആണവ ബോംബുകളും ഒരേപോലെ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ പുതിയ രാജ്യങ്ങളിൽ വിന്യസിക്കാനാണ് പ്രാഥമിക ചർച്ചകൾ നടക്കുന്നത്. കരാർ യാഥാർത്ഥ്യമായാൽ ഈ രാജ്യങ്ങളിലെ പൈലറ്റുമാർക്ക് US ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനവും നൽകേണ്ടി വരും. ഇത് നാറ്റോയുടെ സൈനിക ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പരമ്പരാഗത സൈനിക പ്രതിരോധത്തിനായി കൂടുതൽ പണം ചിലവഴിക്കണമെന്ന കടുത്ത നിലപാടിൽ ട്രംപ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അമേരിക്കൻ നികുതിപ്പണം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ടതില്ല എന്ന ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് മാറ്റമില്ല. എന്നാൽ ആണവ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക ചിലവില്ലാതെ തന്നെ സഖ്യകക്ഷികൾക്ക് വലിയൊരു സുരക്ഷാ ഉറപ്പ് നൽകാൻ ട്രംപിന് സാധിക്കും. ട്രംപിന്റെ ഈ അപ്രതീക്ഷിത യു-ടേൺ മോസ്കോയെയും ടെഹ്റാനെയും ഒരേപോലെ സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നാണ്. നാറ്റോ തകരുമെന്നും അമേരിക്ക യൂറോപ്പിനെ കൈവിടുമെന്നും കരുതിയിരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇതൊരു കനത്ത തിരിച്ചടിയാണ്. കിഴക്കൻ യൂറോപ്പിലേക്ക് അമേരിക്കൻ ആണവ ആസ്തികൾ നീങ്ങുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കാണിച്ച് റഷ്യ ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ നാറ്റോയിൽ നിന്ന് പുറത്തു പോകുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ സഖ്യത്തിന്റെ ആണവ അടിത്തറ വികസിപ്പിക്കാൻ നോക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര വിജയമായി വിലയിരുത്താം. ഇറാൻ നൽകിയ പ്രഹരം അമേരിക്കൻ വിദേശ നയത്തെ കൂടുതൽ പ്രായോഗികമായ തലത്തിലേക്ക് എത്തിച്ചുവെന്നാണ് ഇത് കാണിക്കുന്നത്. ഒറ്റയ്ക്ക് പോരാടുന്നതിനേക്കാൾ ആണവ സഖ്യങ്ങളുടെ കരുത്ത് കൂട്ടുകയാണ് ബുദ്ധിയെന്ന് വാഷിംഗ്ടൺ മനസ്സിലാക്കുന്നു. വരും മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നാറ്റോ ഉച്ചകോടികളിൽ ഈ ആണവ പങ്കാളിത്ത വിപുലീകരണം പ്രധാന ചർച്ചാ വിഷയമായി മാറും.
എല്ലാ സഖ്യകക്ഷികളുടെയും ഒരുമിച്ചുള്ള അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ രാജ്യങ്ങളിലേക്ക് ആണവായുധങ്ങൾ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ യൂറോപ്യൻ നയതന്ത്ര രംഗം വലിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും വേദിയാകും. തുടക്കത്തിൽ കടുത്ത നിലപാടുകൾ എടുക്കുകയും പിന്നീട് സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രപരമായ യൂടേണുകൾ നടത്തുകയും ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. നാറ്റോയെ പേപ്പർ ടൈഗർ എന്ന് വിളിച്ച് ഒതുക്കാൻ നോക്കിയ ട്രംപ് തന്നെ ഇപ്പോൾ അതിനെ കൂടുതൽ മാരകമായ ആണവ സഖ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റുകളിൽ ഒന്നാണ്.